ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് ഒരു ആനിമേഷൻ സിനിമയാണ്. ആനിമേഷൻ സിനിമ എന്നതിലുപരി നമുക്ക് നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു വാച്ചബിൾ മൂവിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ പേര് ഫ്രോസൺ എന്നാണ്. 2013 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. IMDbയിലെ റേറ്റിംഗ് 7.8 കൊണ്ട് റേറ്റിംഗ് ഉണ്ട്. അന്നതിലുപരി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റാണ്, ഇന്നലെയാണ് ഞാൻ കണ്ടത്. സോ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്കെന്തോ നിങ്ങളോട് സജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഞാൻ നിങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ ഒരു തവണ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു സിനിമയുടെ ഓൺലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊരു അഡ്വഞ്ചർ മൂവിയാണെന്ന് തന്നെ പറയാം. അഡ്വഞ്ചർ ഫാമിലി മൂവിയാണെന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. ഓരോരുത്തരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തുള്ള രണ്ട് രാജ്ഞിമാർ, അനിയത്തിയും ചേച്ചിയും. സോ ഇതിലൊരാൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഴിവുണ്ട്, ഒരു അമാനുഷികമായിട്ടുള്ളൊരു കഴിവുണ്ട്. ഈ ഒരു കഴിവ് ആരും അറിയാത്ത രീതിയിൽ ഈ ഒരു രാജ്ഞി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ പെട്ടെന്നൊരു ദിവസം ഈ ഒരു രാജ്ഞി വളരുന്നതിനനുസരിച്ചും ഈ ഒരു കഴിവും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാദൃച്ഛികമായിട്ടൊരു ദിവസം ഈ ഒരു രാജ്ഞിയുടെ കഴിവ് കാരണം അനിയത്തി ഒരു അപകടത്തിൽ പെട്ടുപോകുന്നുണ്ട്. ആ ഒരു അപകടത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, തലനാരിഴയ്ക്ക് അനിയത്തി രക്ഷപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു രാജ്ഞിക്കും അവിടുത്തെ രാജാവിന് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ, ഇത് നമ്മുടെ നാടിന് ദോഷമാണ്, ഈ ഒരു കഴിവ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കഴിവുള്ള ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കഴിവുണ്ടെന്നുള്ളൊരു കാര്യം നാടിനെ അറിയിക്കാത്ത രീതിയിൽ മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഉണ്ടാകുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു കഴിവ് ഇവിടുത്തെ രാജ്യത്തുള്ള ആൾക്കാർ അറിയുമോ, അവരറിയാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു കഴിവ് അവരറിയാതെ പോകുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് രാജ്യത്തുള്ള ആൾക്കാർ അറിയുമോ അറിയില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അതിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ആനിമേഷൻ സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ. നമുക്കിതൊരു ആനിമേഷൻ മൂവിയാണ് ഒരിക്കലും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. നമ്മളൊരു റിയൽ സിനിമ കാണുന്നതൊക്കെ നമുക്ക് ഫീൽ ആവും. അതിൻ്റെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു ഫ്രോസൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. 2013 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ. ഓക്കെ, ഈ ഒരു സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ലീവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ലിങ്ക് ഞാൻ ഈ ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരിക്കും. അൻറ്റിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടേക്ക് കെയർ. ലവ് യു ഓൾ.